ശ്രീ പി സി ജോർജുമായിട്ടുള്ള അഭിമുഖം തുടരുകയാണ്. ശ്രീ പി സി ജോർജ്, ഇപ്പോൾ തുടക്കത്തിൽ താങ്കൾ സൂചിപ്പിച്ചൊരു കാര്യം, അതായത് UDF മുന്നണി അധികാരത്തിൽ വന്ന ഉടൻ അല്ലെങ്കിൽ അപ്പോൾ തന്നെ പി സി ജോർജിന്റെ ഒരു ശക്തമായ സാന്നിധ്യം UDF ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഭരണമുന്നണിയിലും പ്രതിപക്ഷത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ സെൽവരാജിന്റെ കാലുമാറ്റം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. CPM രാഷ്ട്രീയത്തിൽ പോലും വലിയൊരു പൊട്ടിത്തെറിക്കിടയാക്കി. അതിൻ്റെ പിന്നാമ്പുറത്തെ ചില കഥകൾ അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. പി സി ജോർജിന്റെ പേര് പ്രധാനമായും കേട്ടിരുന്നു. അതിന്റെ സത്യാവസ്ഥ തുറന്നു പറയാൻ സമയമായോ? ചില കാര്യങ്ങളിൽ നമ്മളൊരു ജെന്റിൽമാൻ സെഗ്രിമെന്റാണ്. അതിനകത്ത് നടന്ന കാര്യങ്ങൾ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ മേലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കില്ല. അത് ഞാൻ ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അതൊരു മര്യാദയുടെ പ്രശ്നമാണ്. അതിൽ പറയാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, അതിൽ കൂടുതൽ പറയല. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഭരണതലത്തിലാണെങ്കിലും ഞാൻ ചോദിച്ചിട്ട് ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനകത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് എത്രയുണ്ട്? ഈഴവ സമുദായം പ്രമുഖ സമുദായമല്ലേ? അവർക്ക് എത്രയുണ്ട്? ഞാൻ പറയുന്നെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ ഒരു വലിയ മാനദണ്ഡമല്ലേ? ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരെയും MLA മാരെയും വീതിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് അധികാരമുണ്ട്, അധികാരത്തിൽ പങ്കാളിത്തമുണ്ട്. ഈഴവ സമുദായം ഞാൻ പറഞ്ഞതാ. ആ തന്റെ സമുദായത്തിന് പങ്കാളിത്തമുണ്ട് എന്ന് വരുത്തണ്ടേ? ഞാനിത് പറയാൻ കാരണം ആർ ശങ്കറിനെ പോലെ വിദ്യാഭ്യാസ മേഖലയിൽ, ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ മാറ്റം വരുത്തിയ ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എത്ര പേർക്കറിയാതെ? അദ്ദേഹത്തിന്റെ കാലത്താണ് കേരളത്തിൽ നമ്മുടെ ഈ ജൂനിയർ കോളേജ് എന്ന ആശയം വന്ന് തുടങ്ങിയത്, അറിയാമോ? ആ കോളേജിൽ പഠിച്ച പാസ്സായവരാണ് നമ്മളെല്ലാവരും ബ്രീഫ് ചെയ്തത്. ശങ്കർ ഉണ്ടാക്കിയതാ. ആ ശങ്കറിനെ ചരിത്രത്തിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ശത്രുവാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയും മുസ്ലിമാണോ? അദ്ദേഹം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും നായർക്കും ഈഴവനും വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തു. പക്ഷെ അദ്ദേഹം ഈഴവനായതുകൊണ്ട് ഈഴവന് വെച്ചത് നായർ കൊടുത്തവനാണ് ശങ്കർ. പക്ഷെ ശങ്കറിനെ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ശങ്കറിനെ പറ്റി മോശം. നമ്മുടെ ചരിത്രം എഴുതുന്നവരും, ചരിത്ര പുസ്തകം മാത്രമല്ല ചരിത്രം സൃഷ്ടിക്കുന്നവരും ചരിത്രത്തെ വളച്ചൊടിക്കുക. ഞാനത് തയ്യാറില്ല. ഇന്ന് PT ചാക്കോയുടെ 100ാം ജന്മദിനം അറിയാവോ? ഒന്നാലോചിച്ച് ദൈവനിശ്ചയം. ആ 100ാം ജന്മദിനത്തിലാണ് ഉത്തരക്കണ്ടം മൈതാനിൽ ജനങ്ങൾ എനിക്കൊരു സ്വീകരണം എന്നുള്ളത്. ഞാൻ എത്രയോ കൃതാർത്ഥനാണ്. ആലോചിക്കേണ്ട പ്രശ്നമാണ്. ഇവിടെ ഒരു സംശയം തോന്നുന്നത്, താങ്കളുടെ പ്രതിസന്ധിയിലെല്ലാം താങ്കൾക്കൊപ്പം നിന്നിട്ടുള്ള ജനങ്ങളാണ് പൂഞ്ഞാറിലെ ജനങ്ങൾ. ഇത്തരമൊരു ഘട്ടത്തിൽ, വളരെ നിർണായകമായ രാഷ്ട്രീയ ഘട്ടത്തിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് തിരുവനന്തപുരം, പൂഞ്ഞാറായിരുന്നില്ലേ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്? അല്ല, പൂഞ്ഞാറിലെ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ നാളെ പൂഞ്ഞാറിലേക്ക് പോവാണ്. മനസ്സിലായില്ലേ? എന്നെ പൂഞ്ഞാറിലുള്ള ജനങ്ങളെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ മറ്റ് ഘടകകക്ഷികളെ മെമ്പർമാരുൾപ്പെടെ വിളിച്ച് രാഷ്ട്രീയം വിട്ട് വീശിയോടൊപ്പം ധൈര്യത്തോടെ നിൽക്കണം, ഒന്നും ഭയപ്പെടരുതെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ കോഴിത്തോട് നിന്നുള്ള തോമാച്ചൻ, കോൺഗ്രസ് ഞാൻ ബോധം കെട്ടു വരുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാ. ആ തോമാച്ചൻ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം ഇന്നലെ ഒരു 50 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് എന്നെ കിട്ടിയത്. തോമാച്ചനോട് പറഞ്ഞു, രാഷ്ട്രീയം ഉപേക്ഷിക്കും. PC പറയാണ് ഞങ്ങൾക്ക് ദൈവം, ഒട്ടും പേടിക്കരുത്, ഞങ്ങളെല്ലാം കൂട്ടത്തിലുണ്ട്. തോമാച്ചൻ ഇന്നലെ വിളിച്ച് പറഞ്ഞു. അതായത് ഒരു തോട്ടെ ഞാൻ ഒരാളെ പേര് മാത്രം പറയുന്നത് ശരിയല്ല. ഞാൻ ഉദാഹരണം പറയുന്നത് കോൺഗ്രസ് അല്ല ഒന്നും അറിയത്തില്ലാതെ തോമാച്ചൻ. അല്ല, അത് ഇപ്പോ UDF-നുള്ളിൽ പോലും ഈ വിഷയങ്ങളിലൊക്കെ അമർഷമുള്ള നിരവധി നേതാക്കളുണ്ട്. അവർ പാർട്ടി യോഗങ്ങളിലൊക്കെ പലപ്പോഴും അഭിപ്രായവും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം പ്രത്യക്ഷത്തിൽ ലഭിക്കും എന്നാണ് കണക്കുകൂട്ടൽ. ഇന്ന് UDF-ന്റെ യോഗം കൂടി നടക്കുകയാണ്. കേട്ടോളൂ, ഞാനൊരു ഉദാഹരണം പറയും. ചരിത്രത്തിന്റെ കാര്യമൊന്നും ഞാൻ അറിയട്ടെ. ഈ ചരിത്രം വളച്ചൊടിച്ചു പോകുന്നില്ല. ഇന്നലെ ചാനൽ ചർച്ച കിടക്കും. മാധ്യമ വിചാരക്കാർ കുറെ പറഞ്ഞു. എനിക്ക് ചിരിയാ അവരെ പറ്റി. അവരൊക്കെ ഈ ശമ്പളം പറ്റി മാധ്യമ വിചാരം നടത്തുന്നവരാണ്. പക്ഷെ പേര് വശം അവരെയൊക്കെ അപമാനിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞ് അവരെ ശമ്പളം പറ്റുന്ന കണക്ക് ഞാൻ പറയുന്നില്ല. എന്നോട് അവർക്കൊന്നും എന്നെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അവർക്ക് KM മാണിയും ഉമ്മൻചാണ്ടിയും അതുപോലുള്ള വലിയ വലിയ ആളുകളെ പറ്റി അവർക്കറിയും. ബാക്കിയുള്ളവരെല്ലാം ഗ്രാഫ് പുല്ലടന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അവരുടെ അടുത്ത് പോയി നിവേദനം നടത്തി ചില്ലറ മേടിച്ച് ജീവിക്കുകയാണ് ഇവരൊക്കെ. രാഷ്ട്രീയ പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്നപ്പോഴുള്ള സ്വഭാവം എനിക്കറിയാം. ഞാനതൊന്നും പുറത്തു പറഞ്ഞില്ല. പക്ഷെ അവരൊക്കെ ഞാൻ പറഞ്ഞു ഒറ്റത്തല്ല. ഇന്നലെ പറയുന്നത് എന്താ, ചീഫ് പ്രസാരം പോയപ്പോഴാണല്ലോ PC ഇത് പറഞ്ഞു. ആണോ? ചീഫ് പ്രസാരത്തിന് മുമ്പ് എല്ലാം പറഞ്ഞത്. ചീഫ് പ്രസാരം കൈ വെച്ചോണ്ടല്ലേ പറഞ്ഞത്.
അതായത് ചീഫ് വിപ്പ് സ്ഥാനം ഉപയോഗിച്ച് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നിയമസഭയുടെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഏത് പരിധിക്കകം അടുത്ത പരിധിക്ക് പോകാൻ പറ്റുമോ ആ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ ചെയ്തു, ആ പരിധി വിട്ടു സ്വല്പം ചെയ്തു. അതാണല്ലോ മുഖ്യമന്ത്രി നിയമസഭ പറഞ്ഞ PC യോഗി അല്ലിതെന്ന്. ഗവൺമെന്റ് ഭാഗത്ത് നിന്നുകൊണ്ട് PC ഇത് പറയരുതെന്ന് പറയാൻ മാത്രം ഉമ്മൻചാണ്ടി പ്രേരണ എന്താ കാര്യം എന്താ? അപ്പൊ അന്ന് ഉമ്മൻചാണ്ടി അത് പറയുന്നത് മാണിയുടെ ആയിട്ട് ആലോചിച്ചാന്ന് എനിക്കറിയാം. ഉമ്മൻചാണ്ടി വിചാരം എനിക്കൊന്നും അറിയത്തില്ല. മാണി ഉമ്മൻചാണ്ടിയുടെ ആലോചിച്ചിട്ട് തന്നെ ഇതൊക്കെ നടന്നിരിക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഞാൻ വിട്ടുന്നില്ല. എന്താണെന്നറിയാമോ, ഇത് എത്ര നാൾ പോകും നമുക്കറിയാം. നമുക്ക് നോക്കാം. ഞാൻ ഇതൊക്കെ അപ്പുറത്ത് ചിന്തിക്കുന്ന ആളാണ്. ഇപ്പോ രാജ്യസഭ തെരഞ്ഞെടുപ്പ് വരികയാണ്. താങ്കളുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. UDF-നായിരിക്കും വോട്ട് ചെയ്യുക. അത് തെളിയിക്കുന്നതിനായി ഓപ്പൺ വോട്ട് ആവശ്യപ്പെടും. ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അല്ലെങ്കിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്. മാറ്റം വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഞാൻ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് UDF പറയുന്ന കോട്ടികൾ തന്നെയാണ്. അത് മാറുകയില്ല. ഞാൻ പറഞ്ഞത് ഇത് ഈ ഭീഷണി കണ്ടമാനം മൂത്തപ്പോൾ പറഞ്ഞതാണ് രാജ്യസഭാ ഇലക്ഷന് പരസ്യ വോട്ട് ചെയ്യും എന്ന് സ്പീക്കറോട് ഞാൻ പറഞ്ഞു. അപ്പൊ സ്പീക്കർ നിയമനിച്ച് പരസ്യ വോട്ട് ചെയ്യാൻ അവകാശമില്ല, അത് വോട്ട് അസാധുവാകും. ഏജന്റ് ഉണ്ട്, അപ്പൊ സ്ഥാനാർത്ഥി ഏജന്റിനെ കാണിക്കാൻ അവകാശമുണ്ട്. അപ്പൊ സ്പീക്കർ ഇന്നലെ എന്നോട് സംസാരിച്ച് സ്ഥാനാർത്ഥി ഏജന്റിനെ കാണിച്ച് വോട്ട് ചെയ്താൽ PC-ക്കകത്ത് മനപ്രയാസം കാര്യമില്ല. ഓപ്പൺ വോട്ട് എന്നുള്ള നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് എന്നോട് അത് കത്ത് തരണ്ട, അത് ഇങ്ങനെ കത്ത് കൊടുക്കാനിരിക്കുകയായിരുന്നു. സ്പീക്കർ പറഞ്ഞത് ഏജന്റിനെ കാണിച്ച് വോട്ട് ചെയ്യുക, അങ്ങനെ നിയമത്തെ അധികാരമുണ്ട്. അപ്പോ UDF പറഞ്ഞ ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണോ ആ സ്ഥാനാർത്ഥി ഏജന്റിനെ ഞാൻ വോട്ട് ചെയ്ത് കാണിക്കും. അപ്പൊ പ്രശ്നം തീർന്നുണ്ട്. എന്റെ വോട്ട് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. അതായത് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പാർട്ടി ചെയർമാൻ കത്ത് നൽകി. ഒരു കീഴ്വഴക്കം അനുസരിച്ചാണെങ്കിൽ പിന്നീട് 2-1 ആലോചന ആവശ്യമില്ല, മുഖ്യമന്ത്രിക്ക് ഉടൻ തന്നെ താങ്കളെ മാറ്റാവുന്നതാണ്. പക്ഷേ കേരളം കണ്ടത് ഒരാഴ്ചയോളം മാരത്തൺ ചർച്ചകൾ നടന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ ചർച്ചകൾ 2 ആഴ്ച എന്തുകൊണ്ടായിരിക്കാം ഈ ചർച്ചകൾ നടന്നത്? താങ്കൾ പറയുന്നതിൽ സത്യമുണ്ട് എന്നതിനാലാണോ, അതോ താങ്കളുടെ കയ്യിൽ ചിലർ പറയുന്നത് പോലെ ചില ബോംബുകൾ ഉള്ളതുകൊണ്ടാണോ? എന്റെ ഒരു ബോംബും ഇല്ല, കുറെ സത്യങ്ങൾ മാത്രം ഉള്ളത്. അതൊക്കെ തെളിഞ്ഞ് വരുന്നുള്ളൂ ഓരോ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല, ഇനി കഴിയുകയുമില്ല. ഇത് ഈ 2 ആഴ്ച നീട്ടിക്കേണ്ട ബുദ്ധിമാനായ ഉമ്മൻചാണ്ടിയുടെ ഒരു ഭാഗം. കാരണം വെറുതെ എന്തെങ്കിലും പുറത്താക്കാൻ പറ്റില്ല. അത് തന്നെ പാർട്ടി നേതാവ് കൊടുത്താൽ ഉടനെ പുറത്താക്കണം എന്ന് എന്നെ പാർട്ടി നേതാവിന് കൊടുക്കാൻ അധികാരമില്ല, കോൺഫെഡറേഷനില്ല ഇത്. അതിനപ്പുറത്ത് ഞാനൊന്ന് ചോദിക്കട്ടെ, 8 MLA-മാർ വന്ന് എന്താ അർത്ഥിരിക്കുന്നത്? ഒരു സംശയം. R. ബാലകൃഷ്ണപിള്ള പാർട്ടി ചെയർമാനായ കേരള കോൺഗ്രസ് ആ കേരള കോൺഗ്രസ് ചെയർമാൻ R. ബാലകൃഷ്ണപിള്ളയും പാർട്ടി കമ്മിറ്റി തീരുമാനപ്രകാരം ഗണേശനെ മന്ത്രിസ്ഥാനത്ത് മാറ്റണമെന്നും പറഞ്ഞ് UDF ആവശ്യപ്പെടുക മാത്രമല്ല ചെയർമാൻ എഴുതി കൊടുക്കുകയും ചെയ്തല്ലോ. എന്നിട്ട് ഒരു കൊല്ലമായിട്ട് മാറ്റിയില്ല. ഒരു കൊല്ലം കഴിഞ്ഞ് മറ്റൊരു കേസ് വന്നപ്പോൾ ഒരു ഗതിയും പരഗതിയില്ലാതെ മാറ്റി. ആ മാറ്റി പിള്ള പറഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ പിന്നെ അപ്പൊ ഈ തത്വം ഉമ്മൻചാണ്ടി തന്നെ കാര്യം. അങ്ങനെ ഉമ്മൻചാണ്ടി അന്ന് R. ബാലകൃഷ്ണപിള്ള കത്ത് വന്നപ്പോഴും മാറ്റണ്ടേ എന്നെ മാറ്റാൻ ശരിയോ തെറ്റോ വേറെ കാര്യം. ശ്രീ PC ജോർജ്, ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. അതായത് ഇന്നലെ കൊടുത്ത കത്തിൽ പ്രധാനമായും ഉയർന്ന ചില ആരോപണങ്ങൾ. അതിലൊന്ന്, KM മാണി വിദേശത്തൊരു മിഡി സിറ്റി ഉയർത്തുന്നു. അത് ഏത് രാജ്യത്താണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടോ? ഇന്നത്തെ യോഗത്തിൽ അത് പുറത്തുവിടാനുള്ള സാധ്യതയുണ്ടോ? എല്ലാം അറിയാം എനിക്ക്. അതൊക്കെ നിങ്ങൾക്കും അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, എന്നെ കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് പറയാമല്ലോ എവിടെയാണെന്ന്. നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം. അതൊക്കെ എല്ലാം ഓരോന്നോരോന്നായി കേരളത്തിൽ എന്തിനാണ് 83 വയസ്സായി ഒരു മുരട്ട് കിഴവനായില്ലേ ഇങ്ങനെ? ഇങ്ങനെ എത്ര നാൾ ഇത് കൊണ്ട് നടക്കാന്? മനസ്സിലായില്ലേ? പക്ഷേ ഒരു 1965 വെറും 10,000 രൂപ വാങ്ങിക്കൊണ്ട് കേരള കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കുക, അല്ലാതെ ഞാൻ ഇങ്ങോട്ട് കാശ് മേടിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പ്രവർത്തിക്കുകയല്ല. അതാണ് ഞാനും KM മാണിയും തമ്മിലുള്ള വ്യത്യാസം. KM മാണിക്ക് എന്തുണ്ട് നോക്കട്ടെ. KM മാണിയുടെ വലിയ കുഞ്ഞുമത്തായി ചേട്ടൻ എത്ര സ്വത്തുണ്ട്? 65 PC പറയില്ല അപ്പുറം എത്ര സ്വത്തുണ്ട് നോക്കട്ടെ. പക്ഷേ KM മാണി വളരെ നിസ്സാരമായാണ് കാര്യങ്ങളെ കാണുന്നത്. വഴിതെറ്റിപ്പോയൊരു കുഞ്ഞാടിനെ മടക്കിക്കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞ് 99 ഉപേക്ഷിച്ച് 1 പിടിക്കാൻ പോകുന്നത് ശരിയാണ്. 99 കോടിയാണല്ലോ. 99 കോടിയെ
കോഴിയെ എല്ലാം പിടക്കോഴിയാണ്. അത് മകന് കൊടുത്തേച്ച് 99 പിടക്കോഴിയാണ്, അതിനെല്ലാം മകനും കൊടുത്തു. എന്നുവെച്ച് ഒരു പൂവനും ഉള്ളു, അത് ഞാനാ. അതുകൊണ്ട് എന്റെ പുറകെ മാണി വരിക, അത്രേ ഉള്ളൂ. അത് ഇന്ന് മാതൃഭൂമിയുടെ കാട്ടോടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പൂവൻകോഴി ഓടിച്ചോട്ട് വരുന്നു, മാണിയും പുറകെ വരുന്നു. അങ്ങനെ ചെന്നപ്പോ കോഴിക്കൂട്ടത്തിന് ഭക്ഷണം കൊടുത്തോണ്ട് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാർട്ടൂണിന് മാതൃഭൂമി. ഞാൻ ഓർത്ത് എന്റെ മനസ്സിൽ വന്ന അതേ വഴി കാർട്ടൂണായി വന്നല്ലോ ദൈവമേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതാണ് അതിന്റെ സത്യം. എന്തായാലും വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ്. ഈ തിരക്കിട്ട സമയത്തും ഇത്രയും സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിന് എല്ലാ ആശംസകളും നേരുകയാണ് താങ്കളുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്. താങ്ക് യു. സർക്കാർ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെട്ട പി സി ജോർജിന് ഇന്ന് തിരുവനന്തപുരത്ത് പൗരസ്വീകരണം നൽകുകയാണ്. ഈ പൗരസ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ചില നിർണായക വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തും എന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഏഷ്യാനെറ്റ് റേഡിയോ ന്യൂസ് ഫോക്കസിൽ സംസാരിച്ചത്. ഇനി ന്യൂസ് ഫോക്കസ് മറ്റൊരു വിഷയത്തിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.